കേരളത്തെ മുഴുവൻ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷാവിധി 15-ന് നടത്തും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പറഞ്ഞത്. 2025 ജനുവരി 27-നാണ് കേസിന് ആസ്പദമായ സംഭവം. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് ചെന്താമര പറയുകയും ചെയ്തു. വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും കോടതിയിൽ ഭീഷണി. അതേസമയം ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകാൻ കോടതി തയ്യാറാവണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. ആ വാക്കുകളിലേക്ക്. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടണം. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛമ്മയും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. നല്ലോണം പേടിയുണ്ട് അയാൾക്ക്, ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. തീർച്ചയായിരുന്നു അവരുടെ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും. ചെന്താമരയ്ക്ക് ഒരു കൂസലുമില്ല, തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന കോടതി മുറിക്കുള്ളിൽ അയാൾ പറയുന്നു. ഇയാളുടെ പെരുമാറ്റം ഒക്കെ കാണുമ്പോൾ ഒരു സൈക്കോ രീതിയിലാണ് അയാളുടെ പെരുമാറ്റവും ഒക്കെ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അരുൺ? വിനോദ്, കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ പ്രതി കുറ്റക്കാരനാണെന്നുള്ള വിധി പ്രസ്താവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസമായിരിക്കും എന്താണ് ശിക്ഷ നൽകുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഉണ്ടാവുക. ഏതായാലും 15-ാം തീയതി കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അന്ന് ഈ വിധിയുടെ മേലുള്ള വിസ്താരമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും, അതായത് പ്രോസിക്യൂഷനെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തെയൊക്കെ കേട്ടതിന് ശേഷമായിരിക്കും പിന്നീട് ആ ശിക്ഷാവിധി ഉണ്ടാവുക. ഏതായാലും ആ ശിക്ഷാവിധി ചിലപ്പോൾ 15-ന് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് 2 വകുപ്പുകൾ പ്രകാരമാണ്. അതായത് BNS 103(1) അതുപോലെ തന്നെ 126(2) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിക്കുകയും തുടർന്ന് ആദ്യ കേസായിട്ട് തന്നെ ഇത് പരിഗണിക്കുകയുമായിരുന്നു. അങ്ങനെ പരിഗണിച്ച സമയത്ത് കോടതിയിൽ ഒരു കൂസലും ഇല്ലാതെയായിരുന്നു ഈ ചെന്താമര ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് താൻ ചെയ്തതിൽ ഒരു കുറ്റബോധവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോടതി ഈ തങ്ങൾ ചെയ്തിരിക്കുന്നത് കൊലക്കുറ്റം അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വേണമെങ്കിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന തരത്തിൽ കോടതി തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു ചെന്താമര ചെയ്തത്. അതിനുശേഷം താൻ ഗാന്ധിജിയല്ല, ഒരു കവിളത്തെ അടിയേറ്റാൽ മറു കവിൾ കാണിച്ചു കൊടുക്കാൻ ഗാന്ധിജിയല്ല, തനിക്കെതിരെ ആര് വന്നാലും അവരെ വകവരുത്തും എന്ന തരത്തിലുള്ള പ്രതികരണവും ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, ജഡ്ജിയോട് തന്നെ അവനവന് വന്നാൽ ഇതിൻ്റെ വേദന അറിയൂ, താങ്കൾക്കത് മനസ്സിലാവില്ല, താങ്കൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതിക്കോളൂ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ് ഈ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. മാത്രമല്ല, സൈക്കോളജിസ്റ്റ് ഈ ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന തരത്തിൽ ജഡ്ജിയോട് തന്നെ ഈ ചെന്താമര ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ ചെന്താമര താൻ ചെയ്ത കുറ്റത്തിൽ ഒരു കുറ്റബോധവും ഇല്ലാന്ന് മാത്രമല്ല, കോടതി തന്നെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം പിന്നീട് ഈ സുധാകരൻ്റെ മക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണം, അല്ലെങ്കിൽ പരമാവധി തൂക്കുകയർ തന്നെ ശിക്ഷ നൽകണം എന്നൊരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പസമയം മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടറും സമാനമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ്റെ തെളിവുകളൊക്കെ കോടതി തെളിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ഇതിൽ ഒരു ഡെത്ത് പണിഷ്മെൻറ്റ് പ്രതിക്ക് നൽകുന്നതിന് വേണ്ടി ഉണ്ടാവും എന്നുള്ള തരത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. അതേസമയം തന്നെ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ ഈ കോടതിയെ സ്വാധീനിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് എന്നുള്ളൊരു പ്രതികരണമായിരുന്നു ഈ ചെന്താമരയുടെ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, പ്രതിഭാഗം വക്കീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഈ കേസിൽ നിലവിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഏതായാലും ശിക്ഷാവിധി എന്തായിരിക്കും ശിക്ഷ നൽകുക, ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് അപൂർവമായ കേസെന്ന നിലയ്ക്ക് നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വളരെ വ്യക്തമാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലാണ് ക്രിമിനൽ കുറ്റവാളിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത്. മറ്റന്നാൾ ഇയാൾക്ക് ശിക്ഷ എന്തെന്ന് കോടതി വിധിക്കും. തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് കോടതിക്ക് മുന്നിൽ നിന്ന് വീണ്ടും വെല്ലുവിളിക്കാനും ചെന്താമര തയ്യാറായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്.
പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ പങ്കുവെക്കുന്നത്.